വേദിയിലുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഹക്കീം കുന്നിൽ ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പി കെ ഫൈസൽ, മഹാരാഷ്ട്ര പ്രദേശ് കിഷാൻ മസ്തൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ബിലൗഡ് സുരേഷ് ഷെട്ടി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ സോമശേഖര, ശ്രീ പി വി സുരേഷ് കുമാർ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ കാർത്തികേയൻ, പ്രിയങ്കരനായ സൈഫുള്ള തങ്ങൾ ഉൾപ്പെടെ വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ മാസം 9-ാം തീയതി നടക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ അതിർത്തി നിയമസഭാ നിയോജക മണ്ഡലവും 1-ാം നമ്പർ നിയമസഭാ നിയോജക മണ്ഡലവുമായ മഞ്ചേശ്വരത്ത് നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന പ്രിയങ്കരനായ ശ്രീ എ.കെ.എം. അഷ്റഫിനെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി കർണാടകത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ധീരനായ നേതാവുമായ പ്രിയപ്പെട്ട ശ്രീ സിദ്ധരാമയ്യ അവറുകൾ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തോടൊപ്പം കർണാടകയിൽ നിന്നുള്ള മന്ത്രിമാർ, കേരളത്തിൽ നിന്നുള്ള ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നിരവധി നേതാക്കളെല്ലാം ഈ വേദിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ കടന്നു വരും. നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ എ.കെ.എം. അഷ്റഫ് ഈ വേദിയിൽ എത്തിച്ചേരും. തെരഞ്ഞെടുപ്പിന് 10-60 മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ വെച്ച് നമ്മൾ ഇതുപോലെ ഒരു പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ മഞ്ചേശ്വരം നിയമസഭാ നിയോജക മണ്ഡലം എന്ന് നിങ്ങൾക്കറിയാം. ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം എന്നാണ് കുറേ കാലങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മാധ്യമങ്ങൾ അങ്ങനെ സ്ഥിരമായി നമ്മളോട് പറയുമ്പോഴും മഞ്ചേശ്വരം കേരളത്തോടും കർണാടകത്തോടും ഇന്ത്യയോടും സ്ഥിരമായി പറയുന്നൊരു കാര്യമുണ്ട്: ഭാരതീയ ജനതാ പാർട്ടിയെ ഈ മണ്ണ് തൊടാൻ അനുവദിക്കാതെ ഐക്യ ജനാധിപത്യ മുന്നണി അതിൻ്റെ വിജയകാഹളവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴെല്ലാം കോടിക്കണക്കിന് രൂപ ഈ മണ്ണിൽ വിതറുന്ന രീതിയിലാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാസർഗോട്ട് മഞ്ചേശ്വരത്തെ പിടിക്കാൻ ക്യാമ്പയിൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാ ഈ മഞ്ചേശ്വരത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി ഈ മണ്ണിലേക്ക് വന്നിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉന്നത നേതാക്കളെല്ലാം വർഷങ്ങളോളം തപസ് ചെയ്ത് ഈ മണ്ണിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ മഞ്ചേശ്വരത്തെ ജനങ്ങളെ വിഭജിക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്. വർഗീയ കലാപത്തിൻ്റെ വിത്തുപാകാൻ ഈ നാട്ടിൽ പല ആവർത്തി ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
ആ ശ്രമങ്ങളെല്ലാം ഉണ്ടായപ്പോഴും മഞ്ചേശ്വരത്തെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനുമെല്ലാം എല്ലാ കാലഘട്ടത്തിലും ഒറ്റക്കെട്ടായി എടുത്ത ഒറ്റ തീരുമാനം മാത്രമേയുള്ളൂ. അത് ഈ മഞ്ചേശ്വരത്തിന്റെ മണ്ണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മണ്ണാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ്. ജനാബ് ചെർക്കലം അബ്ദുള്ള സാഹിബിനെ പോലുള്ള ആളുകൾ, ശ്രീ അബ്ദുൾ റസാഖിനെ പോലുള്ള ആളുകൾ, പ്രിയങ്കരനായ ഖമറുദ്ദീനെ പോലുള്ള ആളുകൾ ഈ മഞ്ചേശ്വരത്തിന്റെ ഹൃദയഭൂമിയിൽ നിന്ന് വിജയിച്ച് കേരള നിയമസഭയിലേക്ക് പോയിട്ടുണ്ട്. MLA-മാരായി മാത്രമല്ല, കേരളത്തിലെ അറിയപ്പെടുന്ന മന്ത്രിമാർ വരെ ആകാൻ ഈ മഞ്ചേശ്വരത്തിന്റെ മണ്ണിന് സൗഭാഗ്യം നൽകിയ സമാനതകളില്ലാത്ത രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മുന്നണിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് തിരിച്ചറിവുള്ള ആളുകളാണ് ഈ മഞ്ചേശ്വരത്തെ ആളുകൾ. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ തമ്മിലാണ് പോരാട്ടം നടക്കുന്നത്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ആ മത്സരത്തിനിടയിൽ ഞങ്ങൾ വരും, മാറ്റം വരും, മാറാത്തതെന്തുണ്ട് എന്ന മുദ്രാവാക്യം മുഴക്കി ഈ തെരഞ്ഞെടുപ്പിലും ഭാരതീയ ജനതാ പാർട്ടി മത്സര രംഗത്തുണ്ട് എന്ന് നമുക്കറിയാം. കേന്ദ്രത്തിൽ നിന്ന് ഒഴുക്കിവിടുന്ന പണാധിപത്യത്തിന്റെ മുകളിൽ ഈ കേരളത്തിന്റെ മണ്ണ് മാറും എന്ന് കരുതുന്ന BJP-കാരൻ മഞ്ചേശ്വരത്ത് പണമൊഴുക്കിയാൽ പലയാവർത്തി ഈ മഞ്ചേശ്വരം കെട്ടുകെട്ടി അയച്ചിട്ടുള്ള സുരേന്ദ്രൻ ഈ മണ്ണിൽ വിജയിക്കും എന്നാഗ്രഹിക്കുന്ന BJP-കാരോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. മഞ്ചേശ്വരത്തിന്റെ മണ്ണ് എന്ന് പറയുന്നത് മതേതര കേരളത്തിന്റെ ധീരമായ ഭൂമികയാണ് എന്ന് തിരിച്ചറിഞ്ഞ് മഞ്ചേശ്വരത്തെ ഈ മത്സര രംഗത്ത് നിന്ന് ദയവായി പിന്മാറി അഭിമാനം കാക്കണം എന്നാണ് സുരേന്ദ്രനോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഓരോ തെരഞ്ഞെടുപ്പിലും ഇവിടെ വരികയാണ്. ഓരോ തെരഞ്ഞെടുപ്പിൽ വന്ന് മത്സരിക്കുമ്പോഴും കോടികൾ ഇവിടെ ഒഴുക്കിവിടുകയാണ്. മതാന്ധതയുടെ പേരിൽ ഈ മണ്ഡലത്തിലെ ഹിന്ദുവിനെയും മുസൽമാനെയും പരസ്പരം പോരടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. തുടർച്ചയായി ദേശീയ നേതാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ട് ഈ മണ്ഡലത്തിൽ ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടാക്കുകയാണ്. ആ പ്രഖ്യാപനം ഉണ്ടാക്കുമ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ BJP-യും UDF-ഉം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മഞ്ചേശ്വരത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ റിസൾട്ട് വന്നപ്പോ 35,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഈ മഞ്ചേശ്വരം മണ്ണിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണി നേടിയെടുത്തത്. അതിനുശേഷം പഞ്ചായത്ത് വന്നു. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പൂർവ്വകാലത്ത് നഷ്ടപ്പെട്ടു പോയ പഞ്ചായത്ത്, ഞങ്ങൾക്ക് കൈവിട്ടുപോയ പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകൾ മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ, പ്രിയങ്കരനായ കർണാടകയുടെ പ്രിയപ്പെട്ട മന്ത്രി പ്രിയങ്കരനായ ബോസ് രാജ് ഈ വേദിയിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കാരണം കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി അദ്ദേഹം ഈ കാസർഗോഡ് ജില്ല, കണ്ണൂർ ജില്ലകളിൽ തുടർച്ചയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അജയ്യമായ പോരാട്ടം നടത്തുമ്പോൾ ആ പോരാട്ടത്തിന് പിന്തുണ നൽകുന്ന ഒരു സർക്കാരും സംവിധാനവുമാണ് കർണാടകത്തിലുള്ളത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശ്രീ ബോസ് രാജിനെ പോലുള്ള കർണാടകയിൽ നിന്നുള്ള മന്ത്രിമാർ, കർണാടകയിൽ നിന്നുള്ള MP-മാർ, കർണാടകയിൽ നിന്നുള്ള നേതാക്കന്മാർ ഈ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓൺ ബിഹാഫ് ഓഫ് ദ കോൺഗ്രസ് പാർട്ടി, ഓൺ ബിഹാഫ് ഓഫ് ദ UDF, I cordially invite Mr. Bose Raj to this auspicious function. Thank you so much, sir. അതുകൊണ്ട് ഇനിയും ഒരുപാട് മന്ത്രിമാർ ഈ വേദിയിലേക്ക് കടന്നു വരും. ഇനിയും ഒരുപാട് പ്രിയപ്പെട്ട ആളുകൾ ഈ മണ്ണിലേക്ക് കടന്നു വരും. അവരെല്ലാം വരുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്
നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ, ആ സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും അവസാനത്തിന്റെ പോരാട്ട ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിലാകെ മുഖരിതമായ ഒരു മുദ്രാവാക്യമുണ്ട്: ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഐക്യജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകന്മാരോട് വിനീതമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പ്രവർത്തിക്കാനുള്ള 60 മണിക്കൂർ സമയമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ 60 മണിക്കൂർ കൊണ്ട് AKM അഷ്റഫിന്റെ വിജയമല്ല നിങ്ങൾ ഉറപ്പിക്കേണ്ടത്. ഇനി ഒരു കാലഘട്ടത്തിലും CPM-നും BJP-ക്കും മത്സരിക്കാൻ കഴിയാത്ത മണ്ണാണ് ഈ മഞ്ചേശ്വരത്തിന്റെ മണ്ണ് എന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. 10 വർഷം ഭരിച്ച CPM ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്നത് എന്താ? BJP-യുമായി ബാന്ധവം സൃഷ്ടിച്ചിരിക്കുന്നു. BJP-യും CPM-ഉം ചേർന്ന് കേരളത്തിൽ ഒരു പുതിയ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു. ആ മുന്നണിയുടെ പേര് CJP എന്നാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദികൾ 2026-ൽ RSSന്റെ 100ാം വാർഷികത്തിൽ ഇന്ത്യ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിച്ച നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദിയുടെ പേര് ഒരു തവണ പോലും ഒരു മാധ്യമ സമ്മേളനത്തിൽ പോലും ഉച്ചരിക്കാത്ത ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഗതികേട് കൊണ്ട് തല താഴ്ത്തി നമുക്ക് പറയേണ്ടി വരും, അത് നമ്മുടെ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയനാണ് എന്ന്. അത്രയും ശക്തമായിട്ടുള്ള ഒരു ഡീൽ ഇവിടെ നടക്കുകയാണ്. ഈ ഭരണം അവസാനിപ്പിക്കാൻ കേരളം ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഏപ്രിൽ 9-ാം തീയതി കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ സുനാമി, ഒരു രാഷ്ട്രീയ സുനാമി സംഭവിക്കും. ആ സുനാമിയിൽ ടീം UDF നടത്തിക്കൊണ്ടിരിക്കുന്ന ജൈത്രയാത്രയുടെ മുമ്പിൽ, നമ്മൾ തുറന്നുവിടുന്ന സുനാമിയുടെ മുമ്പിൽ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അത് താഴെ വീഴും, അത് കടപുഴകി വീഴും എന്ന് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓർമ്മിക്കേണ്ടത്, ഈ 10 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിൽ ഉണ്ടാക്കിയ ദുരന്തം, ആ ദുരന്തം നമ്മളല്ല തിരിച്ചറിയുന്നത്. നമ്മളെക്കാളും തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ഈ നാട്ടിലെ CPM. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 1956-ൽ ഈ കേരളം നിലവിൽ വന്നതിന് ശേഷം EMSന്റെ മന്ത്രിസഭ മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള കാലം, ഈ കാലത്ത് എപ്പോഴെങ്കിലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി അതേ പാർട്ടിയുടെ നേതാക്കന്മാർ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? MV രാഘവനെ നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്ന് കവലകളായ കവലകളിലെല്ലാം ബോർഡെഴുതി SRCPയുടെ പോലീസുകാരന്റെ ലാത്തിക്ക് ബീജാപാപം ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിക്കുമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ KR ഗൗരിയമ്മ, ആ KR ഗൗരിയമ്മയെ നിങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടിയെറിഞ്ഞു. പക്ഷേ പിന്നീട് കേരളത്തിൽ CPM ഒറ്റക്കെട്ടായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 6 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് UDFന്റെ സ്ഥാനാർത്ഥികളല്ല, UDF പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികളാണ്. നമ്മുടെ തൊട്ടടുത്ത ജില്ല കണ്ണൂർ. ആ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മണ്ഡലം, എന്റെ പ്രിയപ്പെട്ട നേതാവ് കർണാടകയിൽ നിന്നുള്ള പ്രിയങ്കരനായ ശ്രീ ബോസ്രാജ് ആ മണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. ആ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇന്ന് ആരാ മത്സരിക്കുന്നത്? CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, 75 വയസ്സ് പ്രായമുള്ള ഒരാൾ. പിണറായി വിജയൻ കണ്ണൂരിൽ വന്നാലും CPM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന മഹാനായ കമ്മ്യൂണിസ്റ്റുകാരൻ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് TK ഗോവിന്ദൻ എന്തിനാണ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്? CPM-ന്റെ കുടുംബാധിപത്യത്തിനെതിരെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ആക്ഷേപം പറയുന്ന, പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് ആക്ഷേപം പറയുന്ന, സോണിയാഗാന്ധിയെ കുറിച്ച് ആക്ഷേപം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി
ഈ കേരളത്തിൽ കുടുംബാധിപത്യത്തിന്റെ ഭാഗമായി തളിപ്പറമ്പിന്റെ മണ്ണിൽ അവിടത്തെ സഖാവ് ഗോവിന്ദൻ മാഷ്, MV ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി 3 വട്ടം മത്സരിച്ചു മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി. ഈ കുടുംബാധിപത്യം അവസാനിപ്പിക്കണം. പാർട്ടിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന, പാർട്ടിക്ക് വേണ്ടി ചുമരെടുന്ന, പോസ്റ്റർ ഒട്ടിക്കുന്ന, കൊലപാതകം നടത്തുന്ന, പ്രസംഗങ്ങൾ നടത്തുന്ന എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ തളിപ്പറമ്പിന്റെ മണ്ണിൽ ഉണ്ടായപ്പോഴാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്. അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥി, CPM-ന്റെ ഗോവിന്ദൻ മാഷ് പാർട്ടി രാജിവെച്ചു. അദ്ദേഹം പുറത്തേക്ക് വന്നു. ഐക്യ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. തളിപ്പറമ്പിന്റെ മണ്ണിൽ തൊട്ടടുത്ത പയ്യന്നൂർ എന്താ സ്ഥിതി? അവിടെ ഒരു രക്തസാക്ഷി ഉണ്ടായി. ആ രക്തസാക്ഷിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ CPM പിരിച്ചെടുത്തു. ആ പിരിച്ചെടുത്ത പണത്തിന്റെ കണക്ക് ചോദിച്ചു കുഞ്ഞികൃഷ്ണനെ പോലുള്ള സഖാക്കൾ. രക്തസാക്ഷി കുടുംബത്തിന് എത്ര പണം നിങ്ങൾ മുടക്കി എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ വന്നപ്പോ കട്ടവനെ അകത്താക്കി, അത് ചോദ്യം ചെയ്തവനെ പുറത്താക്കി. അങ്ങനെ കുഞ്ഞികൃഷ്ണൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. പുന്നപ്രയുടെ നാട്, വയലാറിന്റെ നാട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ വിപ്ലവ ഭൂമി എന്നറിയപ്പെടുന്ന ആലപ്പുഴ. ആ ആലപ്പുഴ ജില്ലയിൽ CPM-ന് വേണ്ടി 6 ദശാബ്ദക്കാലം ശ്രീ പിണറായി വിജയനോടൊപ്പം പ്രവർത്തിച്ച, കേരളത്തിന്റെ CPM-ന്റെ മന്ത്രിയായിരുന്ന, കേരളത്തിലെ CPM-ന്റെ MLA ആയിരുന്ന, കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന സഖാവ് G. സുധാകരൻ ആലപ്പുഴയുടെ മണ്ണിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു. അതുപോലെ തന്നെ ആയിഷ പോറ്റി കൊല്ലം ജില്ലയിൽ മത്സരിക്കുന്നു. PK ശശി എന്ന് പറയുന്ന മുൻ MLA പാലക്കാട്ട് മത്സരിക്കുന്നു. ആദർശ കമ്മ്യൂണിസത്തിന്റെ ആൾ രൂപമായി കേരളം മുഴുവൻ പറന്നു നടന്ന സമാനതകളില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോരാളി സഖാവ് VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിന്റെ നിഴലും വെളിച്ചവുമായി നിന്ന സഖാവ് സുരേഷ് കോൺഗ്രസ് പാർട്ടിയിൽ വന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ ശ്രീ VS അച്യുതാനന്ദന്റെ വിയർപ്പ് വീണ മലമ്പുഴയുടെ മണ്ണിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ്, ആ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന ബേപ്പൂർ മണ്ഡലം, ആ ബേപ്പൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് ആരാണെന്നറിയോ? കോൺഗ്രസിനെതിരെ ഒരു കാലഘട്ടത്തിൽ ശക്തമായ പോരാട്ടം നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിലമ്പൂരിന്റെ മണ്ണുവാണ സുൽത്താൻ ശ്രീ PV അൻവർ കുടുംബാധിപത്യത്തെ എതിർത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയോടൊപ്പം നിന്ന്, ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന് ബേപ്പൂരിന്റെ മണ്ണിൽ മത്സരിക്കുകയാണ്. ഇത്രയധികം സ്ഥാനാർത്ഥികൾ കേരളത്തിൽ CPM-ന്റെ ഉന്നത നേതാക്കന്മാർ എന്തേ മത്സരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഈ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ നിങ്ങൾ നടപ്പിലാക്കിയ ദുരിതം, നിങ്ങൾ ഉണ്ടാക്കിയ അന്ധകഭരണം, ഈ കേരളത്തിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾ നടത്തിയ ധിക്കാരം, ദാർഢ്യം, ആ ധിക്കാരത്തിനും ദാർഢ്യത്തിനുമെതിരെയുള്ള പോരാട്ടത്തിന്റെ രണഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ ഈ ഓർക്കാടി ഗ്രാമത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അവരോടെല്ലാം ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ: കമ്മ്യൂണിസം തകരണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആ പാർട്ടിയെ നിലനിർത്താൻ, ആ പാർട്ടിയെ തകർക്കുന്ന ഭരണകൂടത്തെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്. പശ്ചിമ ബംഗാൾ 33 വർഷക്കാലം തുടർച്ചയായി നിങ്ങൾ ഭരിച്ച പശ്ചിമ ബംഗാൾ. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന മമതാ ബാനർജി ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ഒരു ഉജ്ജ്വലമായ പ്രകടനം നടത്തുകയാണ്. ആ പ്രകടനം നടത്തുമ്പോൾ അതിന്റെ ആദ്യത്തെ വരിയിൽ 70 യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുണ്ടായിരുന്നു.
അവർ കോൺഗ്രസിന് വേണ്ടി, യൂത്ത് കോൺഗ്രസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുമ്പോ ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടാൻ കയ്യിൽ മുഷ്ടിയുണ്ടായില്ല. കാരണം എന്താ? കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ, കോൺഗ്രസിന് വേണ്ടി കൊടികെട്ടി എന്നുള്ളതിന്റെ പേരിൽ, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ പേരിൽ CPM-ന്റെ ഗുണ്ടാ സംഘം അറുത്തുമാറ്റിയ കൈപ്പത്തിയില്ലാത്ത കൈകളുമായി അന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ രാംലീല മൈതാനിയിൽ പ്രകടനം നടത്തി. കൽക്കത്തയിലൂടെ പാഞ്ഞു പോകുന്ന കുതിരവണ്ടിയിൽ പോലും അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളം രേഖപ്പെടുത്തിയ ചുവന്ന പതാക നിങ്ങൾക്ക് കാണാൻ കഴിയും. കൽക്കത്തയിൽ എവിടെ നോക്കിയാലും ചുവന്ന പതാകകൾ മാത്രം. അങ്ങനെ 33 വർഷം തിരുവായ്ക്കെതിർവായില്ലാതെ നിങ്ങൾ ഭരിച്ച പശ്ചിമ ബംഗാളിൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മരിച്ചു വീണത് വെറും 35 ദിവസം കൊണ്ടാണ്. ത്രിപുരയുടെ മണ്ണിൽ ആ പാർട്ടി തകർന്നു വീണത് വെറും 30 ദിവസം കൊണ്ടാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് തകരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു തകർച്ചയുടെ വക്കത്തെത്തി നിൽക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കാൻ, ആ പാർട്ടി നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന അവസാന കമ്മ്യൂണിസ്റ്റുകാരനും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ സാധിക്കുമോ? EMS നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിന്റെ പൊതുകടം 1.36 ലക്ഷം കോടി രൂപ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാക്കിയ പൊതുകടം 6 ലക്ഷം കോടി രൂപ ആണ്. ഇത്രയും വലിയ പൊതുകടം ഉണ്ടാക്കിയപ്പോ എന്ത് വികസന പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തിയത്? ഏതെങ്കിലും ഒരു സിഗ്നേച്ചർ ഡെവലപ്മെന്റ് ഈ കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കി എന്ന് അവകാശപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങൾ പറയും, ഐക്യ ജനാധിപത്യ മുന്നണി 5 വർഷം ഈ കേരളത്തിൽ ഭരിച്ചപ്പോ ഞങ്ങൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, മതി 5 വർഷം ഞങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ആതുര ശുശ്രൂഷ രംഗത്ത് വീർപ്പുമുട്ടിയ ഈ കാസർഗോഡ് ജില്ല, നിങ്ങൾക്കൊരു ഹൃദയാഘാതമുണ്ടായാൽ മംഗലാപുരത്തേക്ക് പോകണം. ഒരു സെറിബ്രൽ ഹെമറേജ് ഉണ്ടായാൽ, ഒരു സെറിബ്രൽ ത്രോംബോസിസ് ഉണ്ടായാൽ മംഗലാപുരത്തേക്ക് പോകണം. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇല്ലാത്ത ഈ കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് അത് അനുവദിച്ച സർക്കാരിന്റെ പേര് ഐക്യ ജനാധിപത്യ മുന്നണിയാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഈ വേദിയിൽ വെച്ച് നമുക്ക് സാധിക്കും. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം കൊണ്ടുവന്നത് UDF, കൊച്ചി മെട്രോ റെയിൽ കൊണ്ടുവന്നത് UDF, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൊണ്ടുവന്നത് UDF. കേരളത്തിലെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അത് കൊണ്ടുവന്നത് UDF. കേരളത്തിലെ 14 ജില്ലകളിൽ മെഡിക്കൽ കോളേജുകൾ അത് കൊണ്ടുവന്നത് UDF. ഇൻഫോ പാർക്ക് കൊണ്ടുവന്നത് UDF, സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നത് UDF, ടെക്നോ പാർക്ക് കൊണ്ടുവന്നത് UDF, വ്യവസായ പാർക്കുകൾ കൊണ്ടുവന്നത് UDF. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത വികസനത്തിന്റെ രൂപം അതുണ്ടാക്കി നൽകിയത് UDF. നിങ്ങൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ പറയാൻ കഴിയുമോ? നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, 14 ജില്ലകളിലേക്കും വന്നു ഉമ്മൻചാണ്ടി. ആ 14 ജില്ലകളിൽ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. ആ ജനസമ്പർക്ക പരിപാടികളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. അവർക്കെല്ലാം മുമ്പിൽ ആശ്വാസമായി ഒരു മുഖ്യമന്ത്രി നിന്നില്ലേ? എന്റെ മുമ്പിലിരിക്കുന്ന ഹക്കിം കുന്നിനെ പോലുള്ള നേതാക്കന്മാർ, സോമശേഖരയെ പോലുള്ള നേതാക്കന്മാർ, ഫൈസലിനെ പോലുള്ള നേതാക്കന്മാരെല്ലാം ആ മുഖ്യമന്ത്രിയുടെ സവിധത്തിലേക്ക് ഒരു കെട്ട് നിവേദനങ്ങളുമായി പാഞ്ഞുപോയി. പോയ നിവേദനങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കി സാധാരണക്കാരന്റെ കണ്ണീരും വേദനയും ഒപ്പിയ സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മറുകര താണ്ടിയ അഭിമാന രൂപത്തിന്റെ പേരാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് സാധിക്കും. ഐക്യരാഷ്ട്ര സഭ പോലും നമ്മളെ അനുമോദിച്ചു. അന്താരാഷ്ട്ര ഏജൻസികൾ അവാർഡ് നൽകി മുഖ്യമന്ത്രിയെ അനുമോദിച്ചു.
ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി 10 വർഷം കൊണ്ട് ഒരു ജനസമ്പർക്ക പരിപാടി നടത്തിയോ? എല്ലാ ജില്ലകളിലേക്കും അദ്ദേഹം വന്നു. കാസർഗോട്ട് വന്നു. കാസർഗോട്ട് വന്നിട്ട് അദ്ദേഹം കണ്ടത് ആരെയാ? പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടോ? ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന പാവപ്പെട്ടവനെ കണ്ടോ? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ കണ്ട് അവൻ ആശ്വാസമാകാൻ കഴിയുന്ന ഒരു വാക്കു പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല. അതിനു പകരം അദ്ദേഹം കാസർഗോട്ട് വന്നപ്പോൾ കണ്ടു PWD കോൺട്രാക്ടർമാരെ, വ്യവസായ പ്രമുഖന്മാരെ, കേരളത്തിലെ അതിസമ്പന്നരായ ആളുകളെ, ഈ നാട്ടിലെ പൗരപ്രമുഖന്മാരെ, കേരളത്തിലെ 20 മന്ത്രിമാരും കേരളത്തിലെ മുഖ്യമന്ത്രിയും വന്ന് കണ്ടു, കീഴടക്കിപ്പോയി. ആരുടെ പാർട്ടി? സാധാരണക്കാരന്റെ പാർട്ടി, ഇല്ലാത്തവന്റെ പാർട്ടി, കർഷകന്റെ പാർട്ടി, കർഷക തൊഴിലാളികളുടെ പാർട്ടി, വയലേലകളിൽ ജോലി ചെയ്യുന്നവന്റെ പാർട്ടി, വ്യവസായശാലകളിൽ പണിയെടുക്കുന്നവന്റെ പാർട്ടി, കശുവണ്ടി തല്ലുന്നവന്റെ പാർട്ടി, ചുമട്ട് തൊഴിലാളികളുടെ പാർട്ടി. ആ പാവപ്പെട്ടവന്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഇന്ന് അധികാരത്തിന്റെ ദന്തഗോപുരത്തിൽ ഇരുന്നു പറയുന്നു, പരമനാറി, പരമചച്ച, കുലം കുത്തി, അങ്ങനെ നിരവധിയായിട്ടുള്ള വമ്പൻ വാക്കുകളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത്. ആ മുഖ്യമന്ത്രിയുടെ നടപടിക്കെതിരെ പ്രതികരിക്കാൻ കേരളം കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ ആ പാർട്ടിയെ സഹായിക്കാൻ മുമ്പോട്ട് വന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് BJP എന്ന് പറയുന്നത്. കേരളത്തിലെല്ലാ സ്ഥലത്തും ഡീലാണ്. ഇവിടെ അഷറഫിനെതിരെ ഡീല് നടത്താൻ ശ്രമിച്ചു. പക്ഷേ അഷറഫ് എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പൊന്നാപുരം കോട്ടയായി മഞ്ചേശ്വരത്തെ മാറ്റി എന്ന് കണ്ടപ്പോ അവിടെ കുളം കലക്കി മീൻ പിടിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി കാസർഗോട്ടേക്ക് പോയി. ആരാണ് കാസർഗോട്ടെ CPM-ന്റെ സ്ഥാനാർത്ഥി? ആരാണ് കേരളത്തെ CPM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി? ആ സീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ INL, ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കേരളത്തിൽ കൊടുക്കുന്ന 3 സീറ്റുകളിൽ ഒന്നാണ് കാസർഗോഡ് സീറ്റ്. ആ സീറ്റിൽ ഇത്തവണ മത്സരിക്കുന്നത് സഖാവ് ഷാനവാസ്. അദ്ദേഹം ആരാണെന്നൊന്നും ഒരു സമ്മേളനത്തിൽ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് CPM-ന്റെ നോമിനിയായി CPM പറഞ്ഞ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയ ആളാണ് അദ്ദേഹം. ഇത്തവണ കാസർഗോഡ് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. ആരുടെ സീറ്റിൽ? INL-ന്റെ സീറ്റിൽ. ആരു നൽകിയ സീറ്റ്? CPM നൽകിയ സീറ്റ്. എന്തിനാണ് ആ സീറ്റ് നൽകിയത്? കാസർഗോട്ടെ രണ്ടാമത്തെ കക്ഷി BJP-യാണ്. അവിടെ BJP വിജയിക്കണമെങ്കിൽ മുസ്ലിം വോട്ടുകളിൽ വിഭജനമുണ്ടാകണം. ആ വിഭജനമുണ്ടാക്കാൻ CPM-ന്റെ ഡീലിന്റെ ഭാഗമായി കൊണ്ടുവന്നിറക്കിയ സ്ഥാനാർത്ഥിയാണ് ഇന്ന് അവിടെ മത്സരിക്കുന്നത്. പക്ഷേ ആ ഷാനവാസിന് ഈ മലബാറിലെ മാപ്പിളമാരുടെ ഹൃദയം അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മിസ്റ്റർ ഷാനവാസ്, നിങ്ങളും പിണറായി വിജയനും നരേന്ദ്രമോദിയും 1000 ജന്മം നരനായി, നരിയായി, നരസിംഹമായി ജനിച്ചാലും മലബാറിലെ മാപ്പിളമാരുടെ ഹൃദയത്തെ പകുത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പ്. നിങ്ങളുടെ ഡീലിൽ മഞ്ചേശ്വരം BJP-ക്ക്, കാസർഗോട്ട് BJP-ക്ക്, പാലക്കാട്ട് BJP-ക്ക്, നേമത്ത് BJP. ഐക്യജനാധിപത്യ മുന്നണി 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന 12 ഇടങ്ങളിൽ CPM-ന് വോട്ട് നൽകാൻ BJP തീരുമാനിച്ചിരിക്കുന്നു. ഇത്രയും അപകടകരമായിട്ടുള്ള ഒരു ഡീൽ കേരളത്തെ സംബന്ധിച്ച്, മതേതരത്വത്തിന്റെ കാവൽ മാലാഖമാരായി നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇത്രയും അപകടകരമായ ഒരു ഡീൽ ഏത് രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്നോട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചോദ്യം ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചാൽ, കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ
ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമേത് എന്ന് ചോദിച്ചാൽ ഞാൻ ഹൃദയത്തിൽ കൈവച്ചു പറയും അത് മഞ്ചേശ്വരമാണ് എന്ന്. ഒരു കാലഘട്ടത്തിൽ കർണാടകത്തിൽ നിന്ന് BJP-യെ മഞ്ചേശ്വരത്തേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചപ്പോ ആ ഗഡിനാട് കന്നഡികരായിട്ടുള്ള ആളുകൾ നെഞ്ചു കൊടുത്ത് തകർത്ത് അവിടെ നിർത്തിയ ആ BJP-യെ കേരള നിയമസഭയിലേക്ക് കാലുകുത്താതെ അനുവദിക്കാനുള്ള ഉത്തരവാദിത്വം, ആ BJP-യെ ഈ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്താതെ നിർത്താനുള്ള ഉത്തരവാദിത്വം മഞ്ചേശ്വരത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഏറ്റെടുക്കണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളത് ഏറ്റെടുക്കും എന്നെനിക്കറിയാം. ആ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് കർണാടക സംസ്ഥാനത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് വരുന്നത്. അവർ വരുമ്പോൾ സ്വാഭാവികമായും അത് രാഹുലിന്റെ ഐക്യദാർഢ്യമാണ്. കാരണം എന്താ? 2026 RSSന്റെ 100ാം വാർഷിക ദിനത്തിൽ ഇന്ത്യ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും തീരുമാനിച്ചു. ആ തീരുമാനം ഇന്ത്യയിൽ അപകടമുണ്ടാക്കും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇന്ത്യയിലെ 80% മുസൽമാൻ ഹിന്ദുക്കൾ, ആ ഹിന്ദുക്കൾക്ക് പകരം വേദന അനുഭവിക്കുന്ന ഇന്ത്യയിലെ 20% മുസൽമാനെ ഹൃദയ രക്തത്തിൽ ചാലിച്ചു വെച്ച് പോരാട്ടത്തിന്റെ രണഭൂമി ഇന്ത്യയിൽ ഒരുക്കിയ ജനാധിപത്യത്തിന്റെ രാജകുമാരന്റെ പേരാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് സാധിക്കും. എങ്ങനെ മോദിയെ തകർത്തു നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും. ഒരു ദിവസം രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലേക്ക് വരികയാണ്, ശ്രീപെരുമ്പത്തൂരിന്റെ മണ്ണിൽ. 21ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ കൈപിടിച്ചുയർത്താൻ ആഗ്രഹിച്ച് മധ്യാഹ്നത്തിൽ അസ്തമിച്ചു പോയ തന്റെ പ്രിയപ്പെട്ട പിതാവ് രാജീവ് ഗാന്ധി തനു എന്ന ബോംബിനാൽ പിടഞ്ഞു വീണു മരിച്ച് മാംസപിണ്ഡങ്ങളായി മാറിയ ശ്രീപെരുമ്പത്തൂരിന്റെ മണ്ണ്. അന്ന് രാഹുൽ ഗാന്ധി അവിടെ വരുമ്പോൾ ധരിച്ച വസ്ത്രം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. വെള്ള പൈജാമയും വെള്ള കുർത്തയുമാണ്. എന്താ കാര്യം? രാജീവ് ഗാന്ധി മരിക്കുമ്പോൾ അവസാനമായി ധരിച്ചത് വെള്ള പൈജാമയും കുർത്തയുമാണ്. ഇന്ന് ഡൽഹിയിലെ നാഷണൽ മ്യൂസിയം, പഴയ ഇന്ദിരാഗാന്ധിയുടെ വസതി, അവിടെ പോയാൽ 3ാമത്തെ മുറിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും രാജീവ് ഗാന്ധി ധരിച്ച 3/4 ഭാഗവും കത്തിക്കരിഞ്ഞ വെള്ള പൈജാമയും ജുബ്ബയും അദ്ദേഹത്തിന്റെ ഷൂസും. രാഹുൽ ഗാന്ധി വെള്ള പൈജാമയും ജുബ്ബയും എടുത്തണിഞ്ഞ് ശ്രീപെരുമ്പത്തൂരിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. അവിടെ വന്ന് സ്വന്തം പിതാവിന്റെ സ്മൃതി മണ്ഡപത്തിന്റെ മുമ്പിൽ നിന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഈ രാജ്യത്തൊരു ഐതിഹാസികമായ യാത്രയ്ക്ക് ഞാൻ തുടക്കം കുറിക്കുന്നു. എന്റെ കാലുകൾക്ക് ശക്തി നൽകണം, എന്റെ കരങ്ങൾക്ക് ശക്തി നൽകണം. ഞാൻ പറയുന്ന വാക്കുകളെല്ലാം സത്യത്തിൽ സത്യമായി ഈ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കണം. എന്നെ ചേർത്തു പിടിക്കാൻ വരുന്ന അനാഥത്വത്തിന്റെ കയ്പുനീർ കുടിച്ചിട്ടുള്ള ഈ രാജ്യത്തെ ദരിദ്രനാരായണന്മാർ, ഈ രാജ്യത്തെ ദളിതർ, ഈ രാജ്യത്തെ പിന്നോക്കക്കാർ, ഈ രാജ്യത്തെ മുസൽമാൻ, ഈ രാജ്യത്തെ ക്രൈസ്തവൻ, പാഴ്സി, ജൈനൻ, ബൗദ്ധൻ, എല്ലാവരെയും ചേർത്ത് നിർത്താൻ എനിക്ക് സാധിക്കണം. കന്യാകുമാരിയുടെ മണ്ണിൽ നിന്ന് 4100 കിലോമീറ്റർ യാത്ര. എന്താ കന്യാകുമാരിയുടെ പ്രത്യേകത? ഉദയാസ്തമാനങ്ങൾ ഒരുപോലെ കാണുന്ന കന്യാകുമാരി. ലോക ജനതയെ നോക്കി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്ത സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരിയുടെ മണ്ണ്. ആ കന്യാകുമാരിയുടെ മണ്ണിൽ വെച്ച് ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, പ്രിയങ്കരനായ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ത്യയുടെ ദേശീയ പതാകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയും രാഹുലിന്റെ കൈകളിൽ കൊടുത്തു. രാഹുൽ അത് തന്റെ ഇടനെഞ്ചിൽ വെച്ചു. രാഹുൽ ഐതിഹാസികമായ ഭാരത് ജോഡോ യാത്ര നടത്തി. ആ യാത്ര കേരളത്തിലൂടെ കടന്നു പോകുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അപമാനിച്ചു. കേരളത്തിലെ CPM-ന്റെ സ്വരാജ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അപമാനിച്ചു. രണ്ടാമത് രാഹുൽ ഗാന്ധി പോയത് രാജ്ബോസ് സർ നിങ്ങളുടെ സംസ്ഥാനത്തേക്കാണ്, കർണാടകത്തിലേക്ക്. കർണാടകത്തിന്റെ അതിർത്തിയിൽ വെച്ച് കർണാടകയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ധീര നേതാക്കന്മാരായിട്ടുള്ള ശ്രീ DK ശിവകുമാറും ശ്രീ സിദ്ധരാമയ്യയും രാഹുൽ ഗാന്ധിയുടെ 2 കരങ്ങളും ഗ്രഹിച്ചു.
ചിത്രദുർഗ പോലുള്ള പ്രദേശത്തെത്തിയപ്പോ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാതെ 5 ലക്ഷത്തിലധികം ആളുകൾ രാഹുലിനോടൊപ്പം മണിചേർന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉരുക്കുകോട്ടയായി നിന്ന് കർണാടകയുടെ മണ്ണ് രാഹുലിന്റെ പദസഞ്ചനത്തിൽ ഇളകി. ഭാരതീയ ജനതാ പാർട്ടിയുടെ നെടും കോട്ടകൾ നെടുകെ പിളർന്നു. ആ കർണാടകയുടെ മണ്ണിൽ ഇന്നിവിടെ വരുന്ന സീതാരാമയ്യയെ അവിടുത്തെ മുഖ്യമന്ത്രിയാക്കി കോൺഗ്രസിന്റെ ഭരണം, ഇന്ത്യ മുന്നണിയുടെ ഭരണം കൊണ്ടുവരാൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്ന അഭിമാനമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. കോൺഗ്രസിനെ കണി കാണാനില്ലാത്ത തെലങ്കാന, കോൺഗ്രസ് നൽകിയ സ്റ്റേറ്റ് ആണ് തെലങ്കാന. പക്ഷെ അവിടെ കോൺഗ്രസ് ഉണ്ടായില്ല. 10 സീറ്റുകൾ പോലും നേടാൻ കഴിയാത്ത തെലങ്കാനയുടെ മണ്ണിൽ കോൺഗ്രസിനെ ഭാരത് ജോഡോ യാത്ര അധികാരത്തിൽ കൊണ്ടുവന്നു. 42 വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തെലങ്കാനയുടെ മണ്ണിൽ മുഖ്യമന്ത്രിയാക്കി മാറ്റാൻ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, ഡൽഹിയിൽ അങ്ങനെ ഏറ്റവും അവസാനം 4100 കിലോമീറ്റർ യാത്ര ചെയ്ത് അദ്ദേഹം ജമ്മു കശ്മീരിന്റെ മണ്ണിലെത്തി. മഞ്ഞു പെയ്യുന്ന ജമ്മു കശ്മീരിന്റെ താഴ്വാരത്തിലെത്തിയപ്പോ ഒരു രാഷ്ട്രീയ യോഗിയെ പോലെ രാഹുൽ ഗാന്ധിയുടെ താടി വളർന്നു നിന്നു. അവിടെ വെച്ച് രാഹുലിന്റെ വലതുകൈ പ്രിയങ്ക ഗാന്ധി പിടിച്ചു. അനിൽ പനച്ചൂരാന്റെ കവിതയിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ 26 രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി പറഞ്ഞു, രാഹുല നീ തനിച്ചല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ ഉൾപ്പെടെ 26 രാഷ്ട്രീയ പാർട്ടികൾ രാഹുലിന്റെ ഇടതും വലതും നിന്ന് ഇന്ത്യ മുന്നണി ഉണ്ടാക്കി. ആ ഇന്ത്യ മുന്നണി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 4-3 ഭൂരിപക്ഷവുമായി അധികാരത്തിൽ വരാൻ കാത്തിരുന്ന നരേന്ദ്രമോദിയെ ഇന്ത്യൻ പാർലമെന്റിന്റെ പടിവാതിക്കൽ വെച്ച് പിടിച്ചു കെട്ടാൻ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അഭിമാനത്തോടെ ഹൃദയം തുറന്ന് നമുക്ക് വിളിക്കാൻ കഴിയും, രാഹുൽ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ രാജകുമാരനാണ് എന്ന്. ആ രാജകുമാരന്റെ നേതൃത്വം ഇന്ത്യയിൽ അധികാരത്തിൽ വരണം. നരേന്ദ്രമോദിയുടെ ഭരണം ഈ രാജ്യത്ത് അവസാനിപ്പിക്കണം. പൗരത്വ ഭേദഗതി നിയമം ഉണ്ടാക്കി ഇന്ത്യയിലെ മുസൽമാനെ വേർപെടുത്താൻ ശ്രമിച്ചവർക്കെതിരെ പോരാട്ടത്തിന്റെ കുന്തമുനയാകാൻ ഒരു കോൺഗ്രസ് ഉണ്ടാവണം. അതുണ്ടാകണമെങ്കിൽ ഈ കേരളത്തിൽ UDF വിജയിക്കണം. ഇനി വരുന്ന ഓരോ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും അതത് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിക്കുന്ന, ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുന്ന, അതാത് സംസ്ഥാനങ്ങളിലെ മുന്നണി സംവിധാനം വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയനെതിരെ മാത്രമുള്ള തെരഞ്ഞെടുപ്പല്ല. പിണറായി സന്ധി ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഇന്ത്യ കണ്ട എക്കാലത്തെയും ക്രൂരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കൂടിയിട്ടുള്ള യുദ്ധമാണ് എന്ന്. ആ യുദ്ധത്തിൽ നമുക്ക് വിജയിക്കണം. ആ വിജയത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും നമ്മൾ നടത്തേണ്ടത്. ആ നടത്തുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കുന്നതിനോടൊപ്പം വികസനം സംസാരിക്കാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞ 5 വർഷക്കാലം ശ്രീ VD സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ ശ്രീ KC വേണുഗോപാൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോ ശ്രീ രമേശ് ചെന്നിത്തലയെ പോലുള്ള പൂർവകാല ഉജ്ജ്വല നേതാക്കന്മാർ ഈ കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കുമ്പോ ഒരു സമര സംഘടന എന്നതിനപ്പുറം മറുഭാഗത്ത് ഐക്യജനാധിപത്യ മുന്നണി വികസനങ്ങളെ കുറിച്ച് ചിന്തിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ, പ്രേമചന്ദ്രനെ പോലെ, ശ്രീ CP ജോണിനെ പോലെ, കേരളത്തിലെ ഉന്നതരായ PJ ജോസഫിനെ പോലുള്ള നേതാക്കന്മാരെല്ലാം ഒരുമിച്ചിരുന്ന് ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കി. ആ മാനിഫെസ്റ്റോയിൽ 5 കാര്യങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ നമ്മൾ ഈ കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കുകയാണ്. ആ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഒരു കാര്യം സ്വാഭാവികമായും സിദ്ധരാമയ്യ അവരുകൾ ഇവിടെ സൂചിപ്പിക്കും. അതിലൊന്നാമത്തെ കാര്യം, കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനാകെ കയ്യിൽ 5 പൈസയില്ലാതെ ഇനി കേരളം മുഴുവൻ സഞ്ചരിക്കാൻ സാധിക്കും. നിങ്ങൾ കൈയടിച്ചോ? പാവം പെണ്ണുങ്ങൾക്കല്ലേ കൊടുക്കുന്നത്, നിങ്ങൾ എന്താ കൈയടിക്കാത്തത്? കേരളത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനമായ KSRTC, ആ KSRTCയിൽ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ യാത്ര നൽകാൻ
ഐക്യജനാധിപത്യ മുന്നണി തീരുമാനിച്ചു എന്ന വിവരം ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധിയാണ് തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചത്. അപ്പൊ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്നത് ഇതെങ്ങനെ നടപ്പിലാക്കും എന്നാണ്. അതെങ്ങനെ നടപ്പിലാക്കും, അതെങ്ങനെ നടപ്പിലാക്കി വിജയിപ്പിക്കും എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാനാണ് ഇത് നടപ്പിലാക്കി വിജയിപ്പിച്ച കർണാടകത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വേദിയിലേക്ക് വരുന്നത്. നിങ്ങൾക്കിതൊരു പൊട്ടക്കുളമാണല്ലോ ഈ കേരളം മാത്രം, ഇട്ടാവട്ടം. പക്ഷെ കോൺഗ്രസ് അങ്ങനെയല്ല, ഐക്യജനാധിപത്യ മുന്നണി അങ്ങനെയല്ല. ഇന്ത്യയാകെ ഒരുപാട് ആശയങ്ങൾ, ആവേശം അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മുന്നണി. രണ്ടാമത്തെ കാര്യം എന്താ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജീവകാരുണ്യ പ്രവർത്തനത്തിന് കേരളം ഒരു പേരിടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പേര് നൽകേണ്ടത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ പേരിൽ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ ഐക്യജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നു. നമ്മുടെ ക്ഷേമ പെൻഷൻ 200 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. ആ ക്ഷേമ പെൻഷൻ പിന്നീട് ഉമ്മൻചാണ്ടി 700 രൂപയാക്കി. ഐക്യജനാധിപത്യ മുന്നണി ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ പറയുന്നു, നിങ്ങളുടെ ക്ഷേമ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും നിങ്ങളുടെ ക്ഷേമ പെൻഷൻ 3000 രൂപയായി പ്രഖ്യാപിക്കാൻ ഐക്യജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട പെൺമക്കൾ, ആ പെൺമക്കൾക്ക് വിദ്യാഭ്യാസ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന വിഷമതകൾ, ദുരന്തങ്ങളുണ്ട്. ആ ദുരന്തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികൾക്കും അഭിമാനകരമായി ഓരോ മാസവും 1000 രൂപ വീതം സ്റ്റൈഫൻഡ് നൽകാൻ കേരളത്തിന്റെ മണ്ണിൽ ഐക്യജനാധിപത്യ മുന്നണി തീരുമാനിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം എന്താ? അഞ്ചാമത്തെ കാര്യം, കേരളത്തിന്റെ മണ്ണിൽ ആൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വിദേശ രാജ്യത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോക്ക് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ആ പോക്ക് അവസാനിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ സ്വയാർജിതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഈ വേദിയിലേക്ക് വരികയാണ്, പ്രിയപ്പെട്ട ശ്രീ AKM അഷ്റഫ്. അദ്ദേഹം ഈ വേദിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. അദ്ദേഹത്തെയും ആനയിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ സഹപ്രവർത്തകരായ നേതാക്കളെല്ലാം ഒരുമിച്ച് വരുന്ന കാഴ്ചയാണ് ഇപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട കുട്ടികൾക്കെല്ലാം 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകാൻ ഐക്യജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നു. ഇത്രയും പ്രധാനപ്പെട്ട ഇന്ദിരാ ഗ്യാരണ്ടിക്ക് പുറമെ മറ്റു നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോ വഴി നമ്മൾ അവതരിപ്പിക്കുകയാണ്. ഇതെല്ലാം ഈ കേരളത്തിന്റെ മണ്ണ് അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ടാകണം എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ സൂചിപ്പിക്കുന്നത് പോലെ ടീം UDF 100-ലധികം സീറ്റുമായി കേരള നിയമസഭയിലേക്ക് പോകണം. ആ 100 സീറ്റുകളുമായി കേരള നിയമസഭയിലേക്ക് ഐക്യജനാധിപത്യ മുന്നണി പോകുമ്പോ ഈ മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ നിന്ന് ഉജ്ജ്വലമായ വിജയം നേടി ഭാരതീയ ജനതാ പാർട്ടിയെ തടഞ്ഞു നിർത്തി ഭാരതീയ ജനതാ പാർട്ടിയും CPM-ഉം തമ്മിലുള്ള ഈ അന്തർധാരയും ഈ പൊളിറ്റിക്കൽ ഡീലും അത് ഈ കേരളത്തിന്റെ മണ്ണിൽ അവസാനിപ്പിക്കാൻ മഞ്ചേശ്വരത്തിന്റെ ജനപ്രതിനിധിയായി പ്രിയങ്കരനായ ശ്രീ AKM അഷ്റഫ് കേരള നിയമസഭയിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി എത്തിച്ചേരണം. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ അഷ്റഫ് കേരള നിയമസഭയിലേക്ക് പോകുമ്പോൾ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഇപ്പോഴത്തെ അവസ്ഥയാകെ തകർന്നു നിൽക്കുകയാണ്. കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യയിലാകെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നമ്മൾ നേരിടുകയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധികൾക്കെല്ലാം കാരണമായി മാറിയത് ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും പ്രഖ്യാപിച്ചിട്ടുള്ള യുദ്ധമാണ്. ആ ചെണ്ട അവസാനിപ്പിച്ചോളൂ പ്ലീസ്. ആ യുദ്ധം, നിങ്ങളുടെ അടുപ്പുകൾ പുകയാത്ത സാഹചര്യം, ഗ്യാസ് സിലിണ്ടറുകൾ
ലഭിക്കാത്ത സാഹചര്യം, ഇന്ത്യയാകെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം, ഈ മഞ്ചേശ്വരത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഇന്നലെകളിൽ നമുക്ക് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വന്ന ആയിരക്കണക്കിന് പ്രവാസികൾ, ആ പ്രവാസികളെല്ലാം വേദനയുടെ പടുകുഴിയിൽ നിൽക്കുകയാണ്. മണലാരണ്യത്തിന്റെ മണ്ണിൽ വേദന കൊണ്ട് സംഘർഷാത്മകമായ മാനസികാവസ്ഥയിൽ പുളയുന്ന എത്രയോ പ്രവാസികളെ നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. ഇങ്ങനെ ഒരു യുദ്ധമുണ്ടാകുമ്പോ നമ്മൾ അറിയാതെ ആഗ്രഹിച്ചു പോവുകയാണ്. തന്റെ ഇടമുള്ള, നട്ടലുള്ള, ശേഷിയുള്ള, ക്ഷേമശിയുള്ള ലോകത്തെ നേതാക്കന്മാരെ നോക്കി ആജ്ഞാശക്തിയോടുകൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി, ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തിനുണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ചേരി ചേരാ നയമുണ്ടാക്കി ലോകത്തിലെ രാജ്യങ്ങൾക്കെല്ലാം അപകടമുണ്ടാകുമ്പോ അവിടെ മധ്യസ്ഥത വഹിച്ച ഇന്ത്യ കണ്ട എക്കാലത്തെയും പ്രിയങ്കരനായ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഒരു പ്രധാനമന്ത്രി, റിച്ചാർഡ് നിക്സനെ പോലെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരെ ചൂണ്ടുവിരലിൽ നിർത്താൻ ശേഷിയുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയെ പോലുള്ള പ്രധാനമന്ത്രിമാർ ഈ രാജ്യത്തുണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുകയാണ്. അത്തരം പ്രധാനമന്ത്രിമാരുണ്ടാകണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരണം. അത് വരണം എന്നുണ്ടെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതത് സംസ്ഥാനങ്ങളിൽ അതത് മുന്നണികൾ വിജയിക്കുക തന്നെ വേണം. ആ വിജയത്തിനായിട്ടുള്ള പോരാട്ടത്തിന്റെ രണഭൂമിയിലാണ് നിങ്ങളെല്ലാവരും നിൽക്കുന്നത്. ഇത്രയും അത്യുഷ്ണമേറിയ ഒരു സന്ദർഭത്തിൽ പോലും ഇതുപോലുള്ള ഒരു ചെറിയ സബർബൻ ഗ്രാമത്തിൽ ഇത്രയധികം ആളുകൾ ഇവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ട് എങ്കിൽ അത് സിദ്ധാരാമയ്യ എന്ന് പറയുന്ന കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി മാത്രമല്ല, അത് ഈ മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ ഇടതടവില്ലാതെ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുന്നതിന്റെ തുടർച്ച ശ്രീ AKM അഷറഫിനും കൂടി ഉണ്ടാക്കി കൊടുക്കും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. ആ പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ്. ഏപ്രിൽ മാസം 9-ാം തീയതി പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ നിങ്ങളുടെ അവസാനത്തെ വോട്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി രേഖപ്പെടുത്തി എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ ആകുമ്പോൾ മെയ് 4-ാം തീയതി രാവിലെ 8 മണിക്ക് നിങ്ങൾ എല്ലാവരും ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കും. എനിക്കറിയാം, 8 മണിക്ക് നിങ്ങൾ ടെലിവിഷന്റെ മുമ്പിൽ ആരംഭിക്കും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങും. ഒരു 9-10 മണിയാകുമ്പോ ട്രെൻഡ് പറയാൻ തുടങ്ങും. ഒരു 12 മണിയാകുമ്പോ നിങ്ങൾക്കൊരു വാർത്ത കേൾക്കാൻ സാധിക്കും. 10 വർഷത്തെ പിണറായി വിജയന്റെ അന്ധക ഭരണം അവസാനിപ്പിച്ച് ടീം UDF 100-ലധികം സീറ്റുകളുമായി കേരള നിയമസഭയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയ ഉജ്ജ്വലനായ സ്ഥാനാർത്ഥിയായി ഈ മലയാളത്തിന്റെ ഗഡിനാടിൽ നിന്ന്, മഞ്ചേശ്വരത്ത് നിന്ന് പ്രിയപ്പെട്ട അഷ്റഫ് വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചിരിക്കുന്നു. BJP അക്കൗണ്ട് തുറക്കാതെ സമ്പൂജ്യരായി വീണ്ടും കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന വാർത്ത കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഒരു സ്വീകരണ സമ്മേളനം ഒരുക്കുമ്പോൾ ആ സ്വീകരണ സമ്മേളനത്തിൽ ഒരിക്കൽ കൂടി വരാനും നിങ്ങളെ കാണാനും നിങ്ങളെ അഭിസംബോധന ചെയ്യാനുമുള്ള അവസരമുണ്ടാകട്ടെ ഈ പാർട്ടിക്കകത്ത് എന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് UDF. ಪ್ರೇಕ್ಷಕರನ್ನ ಬಹಳಷ್ಟು ಅರ್ಥಗರ್ಭಿತವಾದಂತಹ ವಿಚಾರಧಾರೆಗಳನ್ನು ಮಂಡಿಸಿ ಎಲ್ಲರ ಪ್ರೀತಿ ವಿಶ್ವಾಸವನ್ನು ಗಳಿಸಿದಂತಹ ಬಾಲಕೃಷ್ಣ ಪೆರಿಯಾರ್ KPCC ಸೆಕ್ರೆಟರಿ ತಮಗೆ ತುಂಬು ಹೃದಯದ ಹೃದಯಾಂತರಾಳದ ಹೃದಯ ಸ್ಪರ್ಶಿ ಕೃತಜ್ಞತೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ.